എന്റെ ജീവിതമേ പോയി നിന്റെ ജീവിതം കാരണം, നിന്റെ ഒരാളുടെ പേര് കാരണം. ഒന്നും ഇപ്പൊ നിന്റെ അടുത്ത് വല്ല ദേഷ്യമെന്നൊക്കെ പറയുമായിരിക്കും. അതെന്റെ വിഷമം സങ്കടം. ഇത്രയും നാൾ വളർത്തി ഞങ്ങളുടെ അവസ്ഥ ഒന്ന് ഇപ്പോഴെങ്കിലും നീ ആലോചിച്ചിട്ടുണ്ടോ? ഞങ്ങളുടെ മാനസികാവസ്ഥ നീ എപ്പോഴെങ്കിലും ഓർത്തിട്ടുണ്ടോ? നിന്നെ ഇങ്ങനെ പെരുവഴിയിൽ കാണാനല്ല ഞാൻ നമ്മുടെ അച്ഛനമ്മ ആഗ്രഹിച്ചത്. നിന്നെ പഠിപ്പിച്ച് നല്ലൊരു നിലയിലെത്തണം, നീ നല്ലൊരു നിലയിലെത്തി ഞങ്ങളെ കുടുംബം നോക്കുന്നു ഞങ്ങൾ വിചാരിച്ച്. എന്റെ ജീവിതമേ പോയി നിന്റെ ജീവിതം കാരണം, നിന്റെ ഒരാളുടെ പേര് കാരണം. എന്റെ ജീവിതം നശിച്ചിട്ട് ഞാന് ഒന്നും ഇപ്പൊ നിന്റെ അടുത്ത് വല്ല ദേഷ്യമെന്നൊക്കെ പറയുമായിരിക്കും. അതെന്റെ വിഷമം സങ്കടം കൊണ്ടാണ്. നിന്നെ ഇത്രയും നാൾ വളർത്തി ഞങ്ങളുടെ അവസ്ഥ ഒന്ന് ഇപ്പോഴെങ്കിലും നീ ആലോചിച്ചിട്ടുണ്ടോ? ഞങ്ങളുടെ മാനസികാവസ്ഥ നീ എപ്പോഴെങ്കിലും ഓർത്തിട്ടുണ്ടോ? എന്നിട്ട് നീ പറയുന്നു ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നില്ല, ഞങ്ങൾ അംഗീകരിക്കില്ലെന്ന് പറയുന്നു. ഞങ്ങളുടെ ഈ വെന്ത് നീർന്ന് ഞങ്ങളുടെ ഈ മാനസികാവസ്ഥ നീ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? അച്ഛനും അമ്മയും അവര് പോയി ഇതൊന്നും കണ്ടിരുന്നെങ്കിൽ അവര് അറിഞ്ഞോടെ എന്ന് നിന്റെ അടുത്ത് പറയണോന്ന്. നിന്നെ ചത്തുപോട്ടെ, എങ്ങനെയും നശിച്ചു പോട്ടെ, എവിടെയെങ്കിലും ഇറങ്ങിപ്പോന്നൊക്കെ പറയണേ. നിന്റെ അടുത്തുള്ള സ്നേഹം കൊണ്ടാണല്ലാതെ നീ നമ്മളെ വിട്ട് പോകണമെന്ന് ആഗ്രഹിച്ചിട്ടില്ലാതെ നീയല്ലേ ഉള്ളു ഞങ്ങൾക്ക് രക്താളിയായിട്ട്. നീയും കൂടെ പോയോ ഞങ്ങളുടെ അവസ്ഥ എന്നത് നീ ഒരിക്കലും ആലോചിച്ചിട്ടുണ്ടോ? നീ റോഡിൽ ഇങ്ങനെയൊക്കെ നിൽക്കുന്ന ഞങ്ങളുടെ അവസ്ഥ എപ്പോഴെങ്കിലും ഒന്ന് ആലോചിച്ചിട്ടുണ്ട്? എന്റെ ഭർത്താവ് എന്നെ ഉപേക്ഷിച്ചിട്ട് പോയി, അച്ഛനും മരിച്ചു, അമ്മയും മരിച്ചു, നീ കൂടെ ഉണ്ടെന്നുള്ള ഒറ്റ വിശ്വാസത്തിലാണ് ഞാൻ നടന്നത്. എനിക്കൊരു കുഞ്ഞില്ലെങ്കിലും എന്റെ ഒരു മോനെ പോലെയല്ല ഞാൻ നിന്നെ കണ്ടിട്ടുള്ളത്. ചീത്ത പറഞ്ഞാലും കയറി പറഞ്ഞാലും നീ എന്റെ ആരോഗ്യമാണ്, എന്റെ കൂടെ ഉണ്ടാവും, മരണം വരെ കൂടെ ഉണ്ടാവും എന്ന് വിചാരിച്ചു പോയി. ദേവിയുടെ ഒരു അപേക്ഷയുള്ളൂ, ഞാൻ മരിക്കും വരെ ഇതേപോലെ ഈ റോഡിൽ കാണാൻ എനിക്ക് വയ്യ. ഞങ്ങളൊരു അവസരം ഒഴിവാക്കി വെക്കരുത് ദേവിയത്. എന്റെ ഒരു റിക്വസ്റ്റ് ആയിട്ട് കാണണം നീ.